ഇപ്പോൾ ഞാനുള്ളത് എല്ലോറ ഗുഹയിൽ എല്ലോറ കേവ്സിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രമാണിത്. ഇത് രാമായണത്തിൽ പറയുന്ന ഒരു കഥയുള്ളതാണ്. ഒരു ഗൈഡ് വിവരിച്ചു തന്നിരുന്നു, എനിക്കതൊന്നും പറയാൻ അറിയുന്നില്ല. പിന്നെ ഇത് ഹിന്ദു മതാചാരപ്രകാരം കിട്ടിയതാണ്. എല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയ്തതെല്ലാം പിന്നെ പൊളിഞ്ഞും പൊട്ടിയും ദ്രവിച്ചും പോയിട്ടുണ്ട്. ഇതാണ് കാഴ്ചകൾ. ഇതൊന്നും നമ്മുടെ ക്യാമറയിൽ ഉൾക്കൊള്ളുകയില്ല. ഇങ്ങനെ ഞാനിപ്പോൾ താഴോട്ടും മുകളിലോട്ടും ആക്കി കാണിച്ചു തരികയാണ്. കണ്ടോ, ഈ ഒറ്റ കല്ലിൽ കൊത്തിയ ലോകത്തെ ഏറ്റവും വലിയ ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. അതിനിപ്പോൾ നെറ്റിലടിച്ച് നോക്കി, അങ്ങനെയാണ് ഗൈഡ് പറഞ്ഞത്. പിന്നെ ആണെന്ന് നമുക്കത് കാണുമ്പോഴും തോന്നും, കാരണം ഒറ്റപ്പാറയിലാണ്. ഇതെല്ലാം രഥം മാതിരി ഒക്കെ ഈ കൊത്തി വച്ചിരിക്കുന്നതൊക്കെ കണ്ടില്ലേ, ഇതെല്ലാം ചേർത്തത് കുറവാണ്. കണ്ടോ, ഇതെല്ലാം ആ കല്ല് അവിടെ തന്നെ നിർത്തി കൊത്തിപ്പണിഞ്ഞതാണിത്. ഇതാണ്ടില്ലേ മുകളിലോട്ട് ഇങ്ങനെ എല്ലാം ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞ്, ആനയുടെ ഒന്നും തുമ്പിക്കൈയില്ല. നമുക്ക് തന്നെ കാണുമ്പോൾ ഇതൊക്കെ നശിച്ചു പോയത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നും. ഇത് പൂർണ്ണസ്ഥിതിയിലായിരുന്നപ്പോൾ ഉള്ള ഭംഗി എന്തായിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാം പോയി. ഇതിനകത്ത് മുഴുവൻ ചുവർ ചിത്രങ്ങളാണ്. ഞാൻ ഇനി ഒന്നാമത് സമയം 4 മണിയാകാൻ പോകുന്നു, 5 മണിക്കെങ്ങാണ്ട് അടയ്ക്കും ഇവിടെ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെയൊക്കെ ഓരോ കാഴ്ചകളും. ഇത് കണ്ടോ, നമുക്ക് നോക്കിയാൽ അറിയാം, ഇതൊരു മലയാണ് ഇങ്ങനെ മുകളിലോട്ട് നിൽക്കുന്നത്. ഈ മലയുടെ കീഴിലാണ് ഈ കല്ലിൽ. ഇതിന് നടു തുറന്നിട്ട് ആ പാറ നിർത്തിയിട്ട് അതിൽ കൊത്തിയിരിക്കുകയാണ് ഈ ശില്പങ്ങൾ മുഴുവൻ. അതാണ് ഇതിൻ്റെ ഒരു ഭയങ്കരം. കണ്ടില്ലേ, ഇത് രഥം മാതിരി നമ്മുടെ കൽപ്പാത്തി രഥമൊക്കെ ചെയ്യുന്ന രൂപത്തിൽ കൊത്തിയിരിക്കുന്നതാണ്. ഇതിനകത്ത് അയാൾ ഗൈഡ് പറഞ്ഞു തന്നു, ഇന്ന മാതിരിയാണ് രാമായണത്തിലെ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നതാണ്. എനിക്കതിനെ അറിയുന്നില്ല, ഞാൻ കേട്ടത് മറന്നുപോയി. ഇത് കണ്ടില്ലേ പാറ, ഇത് കണ്ടോ, ആ കാണുന്ന പാറ ഇങ്ങനെ അരിഞ്ഞു വന്നിരിക്കുകയാണ്. ആ ഉള്ളിയുടെ പാടുകൾ വരെ കാണാം അതിൽ. കണ്ടോ, ഇങ്ങനെയാണ് സ്ഥിതി. ഇതിനകത്തൊക്കെ മുഴുവൻ ശില്പങ്ങളാണ് ഇതിനകത്ത്. ആ കാണുന്ന അവിടെ ലൈറ്റില്ല, മുഴുവൻ ശില്പങ്ങളാണ് അതൊക്കെ. കണ്ടോ, ഇതൊക്കെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് പാറയുടെ അടിഭാഗമാണ്. ഇപ്പോൾ ഞാനതിൻ്റെ താഴെ നിന്നിട്ടായി കാണിക്കുന്നത്. പാറയാണ് ഈ തള്ളി ഇങ്ങനെ നിൽക്കുന്നത്. കണ്ടോ, ഒരു മഹാത്ഭുതം തന്നെയാണ്. ഇത് കണ്ടില്ലേ, അതത്ര ചിട്ടയോടെ കൊത്തി മിറ്റം മാതിരി ആക്കി ഇതിനെ ഇങ്ങനെ. ഇവിടെ നിന്ന് നമ്മൾ ഇതിനകത്തൊന്നും കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ കണ്ടില്ലേ, ഇതാണ് കാഴ്ചകൾ. കണ്ടോ, എന്താ അത്ഭുതം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാഴ്ചകൾ. ഇത് വല്ല സന്തോഷ് ജോർജ് ഉറങ്ങള സാറിൻ്റെ മാതിരി വലിയ ക്യാമറയും കൊണ്ടൊക്കെ വന്നാലേ പിടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ ലോക്കൽ മൊബൈൽ ക്യാമറ വെച്ച് പിടിക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെ. ഇതെങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് തന്നെ എനിക്ക് പോലും അറിയില്ല. ഒന്നാമത് മൊബൈലിൻ്റെ ബാറ്ററി ചാർജ് തീരാറായി. ഇതാണ് കാഴ്ചകൾ. എല്ലാം വലിയ വലിയ തൂണുകളാണ്. ഈ തൂണൊക്കെ ഒറ്റക്കല്ല്, ആ കല്ല് താഴെ അരിഞ്ഞിറക്കി തൂണാക്കി നിർത്തിയിരിക്കുക. അതിൽ ശില്പങ്ങൾ കൊത്തിയിരിക്കുകയാണെന്നുള്ളത്. അതാണ് ഭയങ്കര. കൊണ്ടേ ചേർത്തതല്ല. ഇത് കണ്ടോ, മുഴുവനും ഇത് കണ്ടോ. 4 വശവും ഇങ്ങനെ ഒരു റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരിയാണ്. എവിടെ നിന്ന് നോക്കിയാലും ഈ ഫ്രെയിം എല്ലാം ഒരേമാതിരി. കണ്ടോ, ഒന്നിൻ്റെ ഇതുണ്ടല്ലേ, സിംഹത്തിൻ്റെ ഒക്കെ തലയാണ് കാണുന്നതൊക്കെ. എല്ലാം പോയി, എല്ലാം ക്ഷയിച്ചു പോയി. ജനം സന്ധ്യാപത്തിന് ഭയങ്കര. ഇതൊക്കെ ചിത്രപ്പണികളാണ് ഈ കൊത്തിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതെല്ലാം ഈ ഭിത്തിയിലും മുഴുവൻ ചിത്രപ്പണിയാണ്. കണ്ടില്ലേ, എല്ലാം കൊത്തി കല്ലിൽ കൊത്തിയിരിക്കുന്നതാണ്. ഇതുണ്ടോ, മുഴുവൻ ഇതിനകത്ത് കയറുമ്പോൾ വല്ലാതെ. ആനയുടെ തുമ്പിക്കൈയൊന്നുമില്ല, ഒക്കെ പോയി. ആന ഒരു വലിയൊരു കല്ല് ഇപ്പോൾ ഉരുണ്ട് നിൽക്കുന്നവരെ തോന്നുള്ളൂ. അത്രയ്ക്ക്
ജനത്തിരക്ക് ഭയങ്കരമായി. ഇപ്പോൾ കണ്ടതിൽ ഏറ്റവും വലിപ്പം കൂടിയതും ഇത്ര മനോഹരവും ഇത്രയും ഒരു അതിശയമുള്ളൊരു ഇത് തന്നെയാണ് കേട്ടോ. വേറെ ഒന്നും ഇത്രയും തോന്നിയില്ല. ഇതിനകത്താണ് ഏറ്റവും വലിയതെന്നാണ് പറഞ്ഞത്. ഒറ്റപ്പാറയിലാണ് ഈ കൊത്തിയിരിക്കുന്നത് മുഴുവൻ. ഇതിനകത്തുള്ള ശില്പങ്ങളാണ്. അകത്തുള്ളതും ഇതാണ്. അകത്ത് ചെറിയ ശില്പങ്ങളുണ്ട് എല്ലാം. എന്താ ഇപ്പോൾ ഇവിടെ നിന്ന് സൈഡിലോട്ട് നോക്കിയാൽ ഇത് ശരിക്കും അത് കാണണമെന്നുള്ളതാണ്. മുകളിലെ പച്ചപ്പ് കാണുന്ന മലയാണ്. ആ മലയുടെ അടിഭാഗം ഒരു പാറ അരിഞ്ഞിട്ടാണ് ഈ രൂപത്തിലാക്കിയിട്ട് ഇങ്ങനെ കൊത്തിയിരിക്കുന്നത്. എത്ര ആളുടെ പണി, എന്ത് അധ്വാനം എങ്ങനെയാണെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. മുകളിൽ കൂടെ ഒക്കെ ആൾക്കാർ നടക്കുന്നുണ്ട്. എന്നാലൊരു എന്തൊക്കെയോ ചരിത്രങ്ങളാണ് ഈ കൊത്തി വച്ചിരിക്കുന്നത്. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ഒക്കെ. ഇതാ അവിടെ അപ്പുറത്ത് എന്തോ ഒരു സിംഹത്തിൻ്റെ ശില്പം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ കരിങ്കല്ലിൽ കൊത്തിയിരിക്കുകയാണ് കണ്ടോ. ഇതൊക്കെ ഇത് കണ്ടോ. ഇതിങ്ങനെ നമ്മൾ ഏത് സൈഡിൽ ചെന്ന് നോക്കിയാലും ഇതിന് വല്ലാത്തൊരു ഇത് തന്നെയാണ്. ഇത് കണ്ടോ. ഇതൊരു ആനയുടെയോ സിംഹത്തിൻ്റെ എന്തോ ആയിരുന്നു. അതൊക്കെ പോയി. ഇതെല്ലാം പാറ അങ്ങനെ ഈ പാറകളിങ്ങനെ നിൽക്കുകയാണ് കണ്ടോ. ഇതൊക്കെ ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ ഏറ്റവും താഴെ നിന്നിട്ടാണ് കാണിക്കുന്നത്. ഇതൊക്കെ ഉണ്ട് ആൾക്കാർ കയറി നിൽക്കുന്നതാണ്. അത്രയും लेस Oh. ഇതാണ് അവസ്ഥ. എല്ലാം കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.